തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും ഒരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 11-ാമത്തെ വാക്യമായിരുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ഇന്ന് രാത്രിയിൽ നമ്മൾ അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അപ്പം 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയായിരുന്നു? അവൻ, അതായത് പിതാവായ ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കുമൊക്കെ സഭ മുഖാന്തരം അവൻ്റെ ആ പദ്ധതി വെളിപ്പെട്ടു വരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അവനിൽ ആശ്രയിച്ചിട്ട്. ആരിൽ ആശ്രയിച്ചിട്ട്? 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ആ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട്. അപ്പോൾ ഇവിടെ പറയുക, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അപ്പം 2 കാര്യങ്ങളാലാണ് നമുക്ക് ധൈര്യവും പ്രവേശനവും ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമുക്ക് ധൈര്യവും പ്രവേശനവും ലഭിക്കാനായിട്ട് കാരണമായി തീർന്നത് നമ്മുടെ ഭാഗത്തുള്ള 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അവനിലുള്ള, യേശുവിലുള്ള ആശ്രയവും വിശ്വാസവും. ഈ 2 കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നത്, ഈ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരേണ്ടതിന്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവരേണ്ടതിന് ചെയ്യേണ്ടതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അത് കർത്താവായ യേശുക്രിസ്തു ക്രൂസിൽ നിവർത്തിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. അവൻ ക്രൂസിൽ വെച്ച് ആ വേർപാടിൻ്റെ നടുച്ചുവരിടിച്ച് കളഞ്ഞ് യഹൂദന്മാരെയും വിജാതീയരെയും ഒരുമിച്ച് ചേർത്തു, തന്നിലൊരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു, നമ്മെ പിതാവായ ദൈവവുമായിട്ട് നിരപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഏകീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി മുഴുവൻ ആര് ചെയ്തു? യേശുക്രിസ്തു ചെയ്തു. ഇനി അതിനു വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ഉപദേശമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമെന്ന് പറയുന്നത്, നാം ഇനി ഒന്നും നമ്മുടെ പരിശ്രമം കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ ക്രൂസിൽ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? നിവർത്തിച്ചു കഴിഞ്ഞു എന്നാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അത് ശരിക്കും ഈ ഒരു സത്യം നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നൊരു പ്രതികരണമാണ് ഈ ഒരു യാഥാർത്ഥ്യം. അതായത് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് കാൽവരി ക്രൂസിൽ ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട 2 പ്രതികരണം അവിടെ പറഞ്ഞത്. ഒന്ന്, അവനിൽ ആശ്രയിക്കുക. 2, അവനിൽ വിശ്വസിക്കുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതവിടെ പറഞ്ഞത്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ. അപ്പം അവനിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക. ബിലീവ് ഇൻ ഹിം ആൻഡ് ട്രസ്റ്റ് ഇൻ ഹിം. അവനിൽ ആശ്രയിക്കുക, അവനിൽ വിശ്വസിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്താവിൽ
വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ അവനെ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിന്? ദൈവവുമായിട്ടുള്ള ഈ ബന്ധം സ്ഥാപിച്ച് കിട്ടുവാനും ഈ ബന്ധത്തിൽ നമ്മെ നിലനിർത്തുവാനും നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന ഒരാൾ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നാം അംഗീകരിക്കുക ചെയ്യുന്നത്. നോക്കിക്കുക, നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരാളെ അയാളത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, ആ വ്യക്തിക്ക് അത് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ആ വ്യക്തിക്ക് അത് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. രണ്ട്, ആ വ്യക്തിക്ക് അത് ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വരണം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിവുണ്ട്, പക്ഷെ അയാൾക്കത് ചെയ്യാനായിട്ട് മനസ്സില്ല. അങ്ങനെയാണെങ്കിൽ ആ കാര്യം എന്ത് ചെയ്യില്ല? നടക്കില്ല. ഇനി വേറൊരാൾ അയാൾക്ക് ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷെ ചെയ്യാനായിട്ട് കഴിവില്ല, അവിടെയും കാര്യം നടക്കില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. എനിക്കിപ്പം നാളെ 1,00,000 രൂപ വേണം എന്ന് വെച്ചോ. അപ്പം ഈ 1,00,000 രൂപ വേണം എന്ന് എൻ്റെ ഒരു ആവശ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കുറേ ആളുകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കുമ്പം അതിനകത്ത് ചില ആളുകളോട് ഞാൻ ചോദിക്കുക, എനിക്കൊരു 1,00,000 രൂപയുടെ ആവശ്യമുണ്ട്, തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ തരാമായിരുന്നു. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ, ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ തരാമായിരുന്നു എന്നുള്ളത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെ സഹായിക്കാൻ അവർക്ക് മനസ്സുണ്ട്, പക്ഷെ അതിനുള്ള കഴിവ് അവർക്കില്ല. അപ്പോൾ അവർക്ക് എന്നെ സഹായിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഇത് ആത്മാർത്ഥമായിട്ടല്ലാതെയും ഇതേ പദം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പൈസ അവരുടെ കയ്യിൽ ഉണ്ട്, പക്ഷെ തരാൻ അവർക്ക് മനസ്സില്ല. അപ്പം കഴിവുണ്ട്, പക്ഷെ മനസ്സില്ല. ആദ്യത്തെ കൂട്ടർക്ക് മനസ്സുണ്ട്, പക്ഷെ കഴിവില്ല. രണ്ടാമത്തെ കൂട്ടർക്ക് കഴിവുണ്ട്, പക്ഷെ മനസ്സില്ല. ഈ രണ്ട് വ്യക്തികളും എന്നെ എന്ത് ചെയ്യില്ല? സഹായിക്കില്ല. ഈ രണ്ട് വ്യക്തികൾക്കും എന്നെ സഹായിക്കാനായിട്ട് പറ്റില്ല. അപ്പം എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സഹായിക്കാനുള്ള കഴിവും വേണം, അവൻ സഹായിക്കാൻ തയ്യാറുള്ളവനുമായിരിക്കണം, അതിന് മനസ്സുള്ളവനുമായിരിക്കണം. അപ്പോൾ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിയിരിക്കുന്ന എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്കും സഭയുമായിട്ടുള്ള ആ ബന്ധത്തിലേക്കും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലേക്കും എന്നെ കൊണ്ടുവരാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്, അവനത് ചെയ്യാൻ മനസ്സുമുണ്ട്. ഈ രണ്ട് അറിവാണ് വിശ്വസിക്കുക എന്നുള്ള പ്രയോഗത്തിനകത്ത് വരുന്നത്. രാത്രി ഞാൻ ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? എന്താ? യേശുവിനതിന് കഴിവുണ്ട്, യേശുവിനതിന് മനസ്സുമുണ്ട്. അതാ വിശ്വാസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞത് അവനുള്ള ആശ്രയത്താൽ. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ എന്നെ സഹായിക്കാൻ കഴിവും മനസ്സുമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ ഞാൻ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ വ്യക്തിയിൽ ആശ്രയിക്കാത്തിടത്തോളം ആ വ്യക്തിക്ക് എന്നെ സഹായിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ മറക്കണം. അയാൾക്ക് സഹായിക്കാൻ കഴിവുണ്ട്, അയാൾക്ക് സഹായിക്കാൻ മനസ്സുണ്ട്, പക്ഷെ ഞാൻ പറയാം എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് എന്നെ സഹായിക്കാനായിട്ട് ഉള്ള അവസരമില്ല അവിടെ. അപ്പം ഒരു വ്യക്തിക്ക് എന്നെ സഹായിക്കാനായിട്ട് കഴിവുണ്ട്, മനസ്സുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ ചെയ്യേണ്ടത് ആ വ്യക്തിയിൽ ഞാൻ എന്ത് ചെയ്യണം? ആശ്രയിക്കണം.
അപ്പം എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വളരെ ലളിതമാണ്. എനിക്ക് സ്വന്തമായിട്ടിത് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് സ്വന്തമായിട്ടിത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഇപ്പം ഇന്നിപ്പോൾ ഞായറാഴ്ച രാത്രിയാണ്. എനിക്ക് ചൊവ്വാഴ്ചയാകുമ്പോഴേക്ക് ന്യൂഡൽഹിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിലേ പോകുന്ന കേരള എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്യും? കേരള എക്സ്പ്രസ്സിൽ കയറി ഇരിക്കും. അതാ ഞാൻ ചെയ്യുക. അല്ലാതെ ഞാൻ ആ കേരള എക്സ്പ്രസ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ ആ ട്രാക്കിലേക്ക് ഇറങ്ങിയിട്ട് ആ കേരള എക്സ്പ്രസിൻ്റെ കൂടെ ഓടുകയല്ല ഞാൻ ചെയ്യുക. എന്താ അത് ചെയ്യാത്തതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ ഓടിയാൽ എന്ത് ചെയ്യില്ല, എന്നെക്കൊണ്ടത് നടക്കുകയല്ലെന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ടത് നടക്കില്ല, ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മറ്റൊരാളെ ഞാൻ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പം നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് വരുവാൻ സ്വയമായിട്ട് നമുക്ക് കഴിയുകയില്ലെന്ന് മനസ്സിലാക്കുകയും ആ ബന്ധം നമുക്ക് നൽകിത്തരുവാൻ യേശുവിന് കഴിവും അവന് മനസ്സുമുണ്ട് എന്ന് മനസ്സിലാക്കി അത് അംഗീകരിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ അവനിൽ വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് എന്തുണ്ട്? നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ധൈര്യവും പ്രവേശനവുമുണ്ട്. അപ്പം യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ധൈര്യവും പ്രവേശനവും ലഭിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാത്തവർക്ക് ഈ ധൈര്യവും പ്രവേശനവും അവർക്ക് ലഭിക്കുകയില്ല. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, യേശു ഈ ബന്ധം നമുക്ക് നൽകാൻ, ഈ ഐക്യത നമുക്ക് നൽകാനായിട്ട് ചെയ്യേണ്ടതെല്ലാം ക്രൂശിൽ അവൻ ചെയ്തു എന്ന് വച്ച് ലോകത്തിലെ സകല മനുഷ്യർക്കും അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. ആ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഈ രണ്ട് വിധ പ്രതികരണം ഉണ്ടാകണം. ഒന്ന്, വിശ്വസിക്കുക; രണ്ട്, ആശ്രയിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അവിടെ പറയുന്നു ധൈര്യമുണ്ട്, പ്രവേശനവുമുണ്ട് എന്ന് പറയുന്നു. ധൈര്യവും പ്രവേശനവും. അപ്പം ഇത് ചെയ്യാത്തവർക്ക്, യേശുവിൽ വിശ്വസിക്കുകയോ യേശുവിൽ ആശ്രയിക്കുകയോ ചെയ്യാത്തവർക്ക് എന്തില്ല? ധൈര്യമില്ല. ഈ ധൈര്യം എന്നുള്ള വാക്ക് പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിലർക്ക് ചില കാര്യത്തിന് ധൈര്യം കാണും, മറ്റു ചില കാര്യങ്ങൾക്ക് ധൈര്യം കാണില്ല, അല്ലേ? അതെ, എല്ലാവർക്കും എല്ലാ കാര്യത്തിനും എന്തുണ്ടാകത്തില്ല? ധൈര്യം ഉണ്ടാകത്തില്ല. ചിലർക്ക് ചില കാര്യത്തിന് ധൈര്യം കാണും, മറ്റു ചില കാര്യത്തിന് ധൈര്യം കാണില്ല. എന്നാൽ വേറെ ചിലർക്ക് ആ കാര്യത്തിനായിരിക്കും ധൈര്യം ഉണ്ടാവുക, ഈ കാര്യത്തിന് ധൈര്യം ഉണ്ടാകില്ല. അപ്പം ഇവിടെ യേശുവിൽ വിശ്വസിക്കുകയോ യേശുവിൽ ആശ്രയിക്കുകയോ ചെയ്യാത്തവർക്ക് ധൈര്യമുണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന് ആ ധൈര്യമില്ലാത്തത് എന്ത് കാര്യത്തിന്? ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാകില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാകില്ല. കാരണം ദൈവത്തിൻ്റെ അടുത്തേക്കൊരു വ്യക്തി ചെന്ന് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടൊരു വ്യക്തി ആലോചിച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ പറ്റി ഒരു വ്യക്തി ആലോചിക്കേണ്ട രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിനകത്ത് വരുന്ന ആദ്യത്തെ ചിന്ത ഇതാണ്:
ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പാപിയായ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ യാതൊരു യോഗ്യതയുമില്ലെന്ന് മനസ്സിലാക്കിയ അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പല പല കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പക്ഷെ ദൈവവചനം പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എൻ്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെയാണ്. നമ്മൾ ആ വാക്യം വിശദീകരിച്ചിട്ടുള്ള, ഞാൻ ഇനിയും അതിലേക്ക് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ആ കുറ്റബോധം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിൽ നിന്ന് നമ്മെ ഭയപ്പെടുത്തി, ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തും. എന്നാൽ ആ കുറ്റബോധത്തിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യേശുവിലുള്ള വിശ്വാസത്താലും ആശ്രയത്താലും മാത്രമേ ലഭിക്കൂ എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നില്ലെന്ന്. ഓൺലി ത്രൂ ജീസസ്, യേശുവിലൂടെ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. മറക്കരുത്. അപ്പം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? യേശുവിലുള്ള വിശ്വാസവും ആശ്രയവും നമുക്കുണ്ടായിരിക്കണം. നോക്കിക്കേ, ഇതേ ദൈവം പഴയ നിയമത്തിൽ, അതായത് പഴയ ഉടമ്പടിയുടെ സമയത്ത് ദൈവം ആ ഉടമ്പടി ചെയ്തത് ഇസ്രായേൽ മക്കളുമായിട്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ അവിടെയൊക്കെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എബ്രായ ലേഖനത്തിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എബ്രായ ലേഖനത്തിലെ ആ വാക്യം മാത്രം വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 12-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്നപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. അപ്പം ഇത്രയും ഇതുവരെ നമ്മൾ വായിച്ചത് ആ പഴയ കരാറ്, പഴയ ഉടമ്പടി സ്ഥാപിക്കുന്ന സമയത്ത് ജനം കണ്ട കാഴ്ചയാണ്. അവർ ദൈവത്തിൻ്റെ ആ പ്രത്യക്ഷത ആ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവർ ഭയപ്പെട്ടു, അവർ പേടിച്ചുപോയി. ദൈവം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ആരും ഈ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യരുത്, വരരുത്. അപ്പം ജനം പേടിച്ചു. ഇനി നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ അഹരോൻ്റെ മക്കളായ നാദാബും അബീഹുവും അവർ യഹോവയുടെ ആലയത്തിൽ അന്യാഗ്നി കത്തിച്ചപ്പോൾ അവരവിടെ വീണ് മരിച്ചു. അപ്പോൾ ജനത്തിന് പിന്നെയും ഭയമായി. ദാവീദിൻ്റെ കാലത്ത് പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് ഉസ്സിയാവ് ആ പെട്ടകത്തെ തൊട്ടപ്പോൾ അവൻ വീണു മരിച്ചു.
ദാവീദും കൂടെയുള്ളവരും ഭയപ്പെട്ടു പോയി. അപ്പം അവിടെയൊക്കെ ദൈവത്തെ ഭയപ്പെടുന്ന, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ധൈര്യമില്ലാത്ത അവസ്ഥയാണ് നമ്മളവിടെയൊക്കെ കാണുന്നത്. എന്നാൽ എബ്രായലേഖനം 12:22 തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അപ്പം ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇതിൻ്റെ അടുത്തൊന്നും അല്ല എന്ത് ചെയ്തിരിക്കുന്നത്, പുതിയ നിയമപ്രകാരം നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ എവിടെയാണ്? പിന്നെയോ 22-ാം വാക്യം തൊട്ട്, പിന്നെയോ സിയോൻ പർവ്വതത്തിനും. ഇവിടെ സ്ഥൂലമായ എന്ന് വെച്ചാൽ കാണത്തക്ക രീതിയിലുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു പർവ്വതത്തിൻ്റെ അടുത്ത് അവർ വന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നാം വന്നിരിക്കുന്നത് സിയോൻ പർവ്വതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കലായിട്ടുള്ളൊരു പർവ്വതമായിട്ടല്ല ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, അത് ദൈവം വസിക്കുന്ന ഒരു പർവ്വതമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. അപ്പോൾ ദൈവം വസിക്കുന്ന നഗരത്തിൻ്റെ അടുത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം പഴയ ഉടമ്പടിയിൽ ഉള്ളവർ പേടിച്ചു വിറച്ചപ്പോൾ നമുക്കെന്തുണ്ട്? ധൈര്യമുണ്ട്. കാരണം നാം വന്നിരിക്കുന്നത് പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ അടുക്കലും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിനും അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് ധൈര്യമുണ്ട്. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടുള്ള ധൈര്യമുണ്ട്. മക്കളെ, ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഉള്ള ധൈര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലെ ധൈര്യമുള്ളവർ വേറെ ആരും ഇല്ലെന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 32, 33, 34, 35 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിത്തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ ധൈര്യം കിട്ടിയവന് പിന്നുള്ള ധൈര്യത്തിൻ്റെ കണക്ക് അവിടെ പറഞ്ഞേക്കുക. 32-ാം വാക്യത്തിൽ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായി? നിന്ദകളുണ്ടായി എന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കി നിന്ദിച്ചു. പീഡനങ്ങളുണ്ടായി, ഉപദ്രവങ്ങളുണ്ടായി. നിങ്ങൾ കൂത്തുകാഴ്ചയായി ഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വലോകത്തിൻ്റെയും ഒരു പരിഹാസപാത്രമായിട്ട് നിങ്ങൾ മാറി. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുകയും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിത്തീർന്നു. അപ്പം നിങ്ങൾക്കും ഇത് തന്നെയാണ്, നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഇത് തന്നെയാണ്. ഒരു പ്രത്യാശയ്ക്കും വകയില്ല. കൂടെ ഉള്ളവർക്കും ഇത് തന്നെയാണ്, നിങ്ങൾക്കും ഇത് തന്നെയാണ്. എന്നിട്ട് ഈ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം ഇവരെന്ത് ചെയ്തു? കഴിച്ചു. നോക്കിക്കേ, നിന്ദകൾ വന്നിട്ടും പീഡനങ്ങൾ വന്നിട്ടും ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ പരിഹാസപാത്രമായിട്ടും കൂടെയുള്ളവരും ആ ഗതിയിലേക്ക് മാറിയിട്ടും അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. മഹാപ്രതിഫലമുള്ള ധൈര്യം. എന്നിട്ട് 34-ാം വാക്യത്തിൽ പറയുക, ഇതൊക്കെ കൂടാഞ്ഞിട്ട് വേറെ 2 കാര്യം കൂടെ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു.
സാധാരണ ആരും തടവുകാരോട് അങ്ങനെ സഹതാപം കാണിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, തടവുകാരോട് സഹതാപം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെയുള്ളവരാണ് എന്നുള്ളൊരു ചിന്തയിലേക്കായിരിക്കും ആളുകൾ വരിക അല്ലേ. ഇപ്പം ഒരുത്തനെ അവനെന്തെങ്കിലും ഒരു കള്ളനെ പോലീസ് പിടിച്ച് ലോക്കപ്പില്ലെങ്കിൽ ജയിലിലിട്ടിരിക്കുമ്പം ഞാൻ ദിവസം 3 നേരം ആ കള്ളനെ വിസിറ്റ് ചെയ്യാനായിട്ടും ആ കള്ളനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ കാണുന്നവരുടെ കൊമ്പിൽ ഞാൻ ആരാകും? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചവനാകും ഞാൻ. അതുകൊണ്ട് നമ്മളാരും ആ പണിക്ക് പോകില്ല. പക്ഷെ ഇവർ മറ്റുള്ളവരവരെ നിന്ദിക്കുന്നു, പീഡിപ്പിക്കുന്നു, പരിഹാസപാത്രമായിട്ട് നിൽക്കുമ്പോഴും അവർ തടവുകാരോട് കരുണ കാണിക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? അവർക്കറിയാമായിരുന്നു തങ്ങളുടെ വ്യക്തിത്വം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിലല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് തങ്ങളുടെ വ്യക്തിത്വം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെന്ന്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ദൈവത്തെ അല്ല നമ്മൾ നോക്കുന്നത്. കാരണം ദൈവമായിട്ട് ആ ഒരു ബന്ധം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. നമ്മളെപ്പോഴും നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. എന്നാൽ ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും അവനറിയാം എൻ്റെ വ്യക്തിത്വം, എൻ്റെ നീതി അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ നീതിയിലാണ്, യേശുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയിലാണ്. ആ പ്രവൃത്തിയിലൂടെ എനിക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് അവനറിയാം. അപ്പോൾ ഒരു തടവുകാരോട് സഹതാപം കാണിച്ചല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. ലോകപ്രകാരം ധൈര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ആരെങ്കിലും അപഹരിച്ചാൽ അത് ബലം പ്രയോഗിച്ച് തിരിച്ചു പിടിച്ചു വാങ്ങുന്നതാ ലോകപ്രകാരമുള്ള ധൈര്യം. പക്ഷെ ഇവിടെ പറഞ്ഞത് നിങ്ങൾ സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. വെറുതെ സഹിക്കുകയല്ല, നിർവാഹമില്ലാണ്ട് സഹിച്ചതല്ല, സന്തോഷത്തോടെ സഹിച്ചു. അതാ ധൈര്യം. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കിട്ടിയതാണ്. യേശുവിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ലഭിച്ച ധൈര്യമായതാണ്. അപ്പോൾ ഞാൻ മുമ്പോട്ടേക്ക് പോട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഞാനൊന്നുകൂടെ വായിക്കാം. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും രണ്ടാമത് പ്രവേശനമുണ്ട്. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. എങ്ങനെ? യേശുവിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ചത് മൂലം ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഉടമ്പടിയിൽ, പഴയ നിയമത്തിൽ ജനത്തിന് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ലായിരുന്നു. അവരുടെ സമാഗമന കൂടാരത്തിനും ആലയത്തിനുമൊക്കെ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രാകാരം എന്ന് പറഞ്ഞാൽ മുറ്റമെന്ന അർത്ഥം, മുറ്റം. അടുത്തത് വിശുദ്ധ സ്ഥലം, അതിനുമകത്ത് അതിവിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിച്ചുകൊണ്ട് ഒരു കർട്ടൻ, ഒരു തിരശീല ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ആ അതിവിശുദ്ധ സ്ഥലത്ത്, ആ തിരശീലയ്ക്കകത്ത് കർട്ടൻ്റെ ഉള്ളിൽ ആണ് നിയമപ്പെട്ടകം എന്ന് പറയുന്ന ആ പെട്ടകം, ആ പെട്ടിയിരിക്കുന്നത്. ആ പെട്ടിയുടെ മുകളിൽ പൊന്നിൻ്റെ തകിട് കൊണ്ട് പൊന്നിൻ്റെ തകിട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തകിട് മുറിക്കാതെ ആ തകിട് കൊണ്ട് തന്നെ 2 ദൈവദൂതന്മാരുടെ, കെരൂബുകളുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ കെരൂബുകൾ ചിറക് വിരിച്ച് അതിനിങ്ങനെ മൂടി നിൽക്കുന്ന ഒരു രീതിയിലാക്കി വച്ചിരിക്കുക. ആ പൊൻ തകിടിന് പറയുന്ന പേരാണ് കൃപാസനം എന്ന് പറയുന്നത്. ദൈവം ആ കെരൂബുകളുടെ ചിറകിന് നടുവിലൂടെ ഇറങ്ങി ആ കൃപാസനത്തിലാണ് ദൈവം വസിക്കുന്നത്.
അതുകൊണ്ട് ആ സങ്കീർത്തനത്തിലൊക്കെ ചിലടത്ത ദൈവത്തെ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനെ എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ കെരൂബുകളുടെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നതെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഈ സാധാരണ ജനത്തിന് എവിടം വരെ വരാൻ പറ്റൂ? പ്രാകാരം വരെ അല്ലെങ്കിൽ മുറ്റം വരെ വരാൻ പറ്റുള്ളൂ. അതിനകത്തേക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പോലും അവർക്ക് അടുത്ത് വരാനായിട്ട് പറ്റില്ല. പ്രവേശനമില്ല. നോ എൻട്രി, നോ അഡ്മിഷൻ, പ്രവേശനമില്ല. ഇനി പുരോഹിതന്മാരാണെങ്കിൽ അവർക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് കയറാം, അവിടേക്ക് അവർക്ക് പ്രവേശനമുണ്ട്. പക്ഷേ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവർക്കും പ്രവേശനമില്ല. നോ എൻട്രി, നോ അഡ്മിഷൻ. അപ്പോൾ ദൈവം വസിക്കുന്നിടത്തേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ആകെ മഹാപുരോഹിതന് മാത്രം വർഷത്തിൽ ഒരു ദിവസം 2 പ്രാവശ്യം മാത്രമേ ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുള്ളൂ. വേറെ ആർക്കും പ്രവേശനമില്ല. വേറെ ആർക്കും പ്രവേശനമില്ല. പക്ഷേ നമുക്കെന്തുണ്ടെന്നാ പറഞ്ഞേ? നമുക്ക് പ്രവേശനമുണ്ട്. എങ്ങനെ? യേശുവിലുള്ള വിശ്വാസത്താൽ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് പ്രവേശനമുണ്ട്. എങ്ങോട്ടാ? ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രവേശനമുണ്ട്. എഫേസ്യ ലേഖനം 2:18 നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ മുഖാന്തരം, ആര്? യേശു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും, ആർക്കൊക്കെ? യഹൂദന്മാർക്കും വിജാതീയർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ഇതുവരെ യഹൂദന്മാർക്കും പ്രവേശനമില്ലായിരുന്നു, വിജാതീയർക്കും പ്രവേശനമില്ലായിരുന്നു. ആരാണെങ്കിലും പ്രാകാരം വരെ വരാം. പുരോഹിതനാണെങ്കിൽ വിശുദ്ധ സ്ഥലം വരെ വരാം. മഹാപുരോഹിതന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ യേശു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും, യഹൂദന്മാർക്കും വിജാതീയർക്കും പിതാവിങ്കലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു, ആക്സസ് ലഭിച്ചു. ഹല്ലേലൂയ. എങ്ങനെ? ധൈര്യത്തോടെ, വിത്ത് കോൺഫിഡൻസ്, പേടിയില്ലാതെ, ഭയപ്പെടാതെ ദൈവസന്നിധിയിലേക്ക് കയറിച്ചെല്ലാനുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 4:16. ഇവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 14 തൊട്ട് ഞാൻ വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. 15-ാം വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. 16-ാം വാക്യം, അതുകൊണ്ട്, എന്തുകൊണ്ട്? നമുക്കൊരു മഹാപുരോഹിതൻ യേശു ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നമുക്ക് കൃപാസനത്തിലെ ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും. അതാണ് സഭ. അതാണ് സഭ. അപ്പോൾ സഭയിലായിരിക്കുന്ന ഞാനും മറ്റുള്ളവരുമൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളാരും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നത് നമ്മുടെ ഗുണമോ നമ്മുടെ നീതിയോ കൊണ്ടല്ല, യേശുവിലുള്ള വിശ്വാസത്താലും അവനിലുള്ള ആശ്രയത്താലുമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് മറ്റുള്ളവരുമായിട്ട് ഭിന്നതയിലായിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാനും അവരും തമ്മിലൊരു വ്യത്യാസവുമില്ല. ഞാൻ അവരെക്കാൾ വിശുദ്ധനല്ല, ഞാൻ അവരെക്കാൾ ശ്രേഷ്ഠനല്ല. എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, എനിക്ക് പുകഴുവാനൊന്നുമില്ല, എനിക്ക് അവനെ വിധിക്കാനായിട്ട് കഴിയില്ല. കാരണം
ഞാനും അവനെ പോലത്തെ പാപിയാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും യേശുവിലൂടെയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്, സഭയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. ഞാൻ അവനെ വിധിക്കുമ്പോൾ, ഞാൻ അവനെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ യേശുവിനെയാണ് മാറ്റി നിർത്തുന്നത്. കാരണം അവനെയും കൊണ്ടുവന്നത് യേശുവാണ്. ഇതാ 12 വാക്യവുമായിട്ട് നമ്മൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മറക്കരുത്, നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം കിട്ടിയത് നമ്മുടെ എന്തെങ്കിലും ശ്രേഷ്ഠതയോ നമ്മുടെ എന്തെങ്കിലും യോഗ്യതയോ കൊണ്ടല്ല. യേശു ചെയ്ത ആ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്തതുകൊണ്ടാണ്. സഭയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും അങ്ങനെ ഉള്ളവരാണ്. നാം എപ്പോഴെങ്കിലും മറ്റുള്ളവരെ വിധിക്കുകയോ മറ്റുള്ളവരെക്കാൾ വിശുദ്ധനാണ് ഞാനെന്ന് ഭാവിക്കുകയോ ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം നീ യേശുവിൽ വിശ്വസിക്കുന്നില്ലെന്ന്, യേശുവിൽ ആശ്രയിക്കുന്നില്ലെന്ന്. കാരണം നീ ചിന്തിക്കുന്നത് നിനക്കതിന് കഴിവുണ്ടെന്നാണ് നീ ചിന്തിക്കുന്നത്. പക്ഷേ നിനക്കതിന് കഴിവുണ്ടെന്ന് നീ ചിന്തിച്ചാൽ യേശുവിൽ നിന്ന്, കൃപയിൽ നിന്ന് നാം വീണു പോവുകയാണ്. ഈ ബന്ധത്തിൽ നാം പുറത്തു പോവുകയാണ്. മറക്കരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് താഴാം. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണി ആ ഐക്യതയും സ്നേഹവും നമുക്ക് ഉറപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ വചനം പ്രവർത്തിക്കട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.